ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള നമ്മുടെ ചാനലിലെ ദീപ്തി ടീച്ചർ, ദീപ്തി സീതത്തോട്. ദീപ്തി ടീച്ചറുടെ ഒരു വീഡിയോ റീസെൻ്റ്ലി ഭയങ്കരമായിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാടിനോടും കാടിൻ്റെ മക്കളോടും വളരെ ക്ലോസ് ആയിട്ട് അവരെ വളരെ ടേക്ക് കെയർ ചെയ്ത്, ഓക്കെ, അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടി ലൈഫിൻ്റെ നല്ലൊരു ഭാഗം മാറ്റി വെച്ച് പോകുന്ന ഒരാളാണ് ദീപ്തി ടീച്ചർ. അപ്പോൾ ഒരു വീഡിയോനകത്ത് അവർ വന്നിട്ട് പറയുകയാണ്, കാടിനകത്തുള്ളൊരു പെൺകുട്ടി ഗർഭിണിയായി. ഓക്കെ, ആ ഒരു കാര്യം പറഞ്ഞതാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്കഷനിൽ വന്നിട്ടുള്ളത്. എന്താണ് കാര്യം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എൻ്റെ മനസ്സ് മരവിച്ചിരിക്കുകയാണ് ഗൈസ്, മരവിച്ചിരിക്കുകയാണ്. അതായത് ഓണം പോലും ഒരുങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് ഈ വർഷം. അതുകൊണ്ട് എന്താ ഓണം വീഡിയോ ഇല്ല? സത്യം പറഞ്ഞാൽ ഓണം വീഡിയോ ഇല്ലാത്ത ചുരുക്കം യൂട്യൂബേഴ്സേ ഉള്ളതെന്നാണ് എനിക്കൊരു തോന്നുന്നത്. ഒരു ഫോട്ടോ എങ്കിലും എടുത്തിടാത്ത ആരും കാണുകയില്ല. പക്ഷേ നമ്മുടെ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത കാരണം ഞാൻ അത് ചെയ്തില്ല. അതായത് എങ്ങനെ പറയണം, എന്ത് പറയണത് അറിഞ്ഞപ്പോൾ ഞാൻ വളരെ എന്താ പറയുന്നത്, ഇമോഷണലായിരുന്നു. എനിക്ക് ഭയങ്കര ഞെട്ടലായിരുന്നു. അപ്പം തന്നെ ചാടി കാട്ടിലോട്ട് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞാവ കൂടെ വന്നില്ല. അവൻ പറഞ്ഞു ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി, തുള്ളിച്ചാടി കയറി പോകാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവനുമായിട്ട് കുറേ വഴക്കിട്ടെങ്കിലും അന്ന് പോയില്ല. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ നന്നായി ഞാനന്ന് പോയായിരുന്നു. ഞാൻ അവിടെ ചെന്ന് അലമ്പുണ്ടാക്കിയേനെ, ആരുടെയും കയ്യിൽ നിന്ന് മേടിച്ചോണ്ടും വന്നേനെ. അത് സന്ധ്യ അറിഞ്ഞപ്പോഴത്തേക്ക് ഉത്രാടത്തിൻ്റെ അന്നൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ അറിയുന്നത് ഈ കാര്യം. കാട്ടിൽ എന്ത് നടന്നാലും എനിക്ക് അറിയിക്കാൻ എൻ്റെ കുറച്ച് ചാരന്മാർ അതിനകത്തുണ്ട്. സ്പൈകളുണ്ട്. കാരണം കുട്ടികൾക്ക് നേരെ എന്തെങ്കിലും അതിക്രമങ്ങളോ അവിടെ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങൾ മറിച്ച് വിൽക്കപ്പെടുകയോ ആരെങ്കിലും ആണുങ്ങൾ കള്ളു കുടിക്കാൻ വേണ്ടി കുടുംബത്തു നിന്ന് എടുത്ത് വിൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സോഴ്സ് ഉണ്ട്. ഒന്നല്ല, ഒരു 5-6 സോഴ്സ് ഉണ്ട്. അവരിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതുവരെ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻസും തെറ്റിയിട്ടില്ല അവരിൽ നിന്ന്. അതുകൊണ്ട് അവർക്ക് 100% ഉറപ്പായ ഒരു കാര്യമാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. പറയാൻ പോകുന്ന കാര്യത്തിന് എൻ്റെ കയ്യിൽ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട, ഇതുവരെ എനിക്കൊരു തെറ്റ് ഇൻഫർമേഷൻ തരാത്ത വ്യക്തികളാണ് എൻ്റെ അടുത്തത് അറിയിച്ചിരിക്കുന്നത്. ഉത്രാടത്തിൻ്റെ അന്ന് ഞാൻ ഉച്ച കഴിയുമ്പോൾ ഇത് അറിയുന്നു, നമ്മൾ സ്തംഭിക്കുന്നു. പിന്നീടുള്ള ഓരോ ആഘോഷങ്ങളിലും ഞാൻ പങ്കെടുത്തില്ല, എനിക്ക് പങ്കെടുക്കാൻ തോന്നിയില്ല. അതായത് എന്താണ് കാര്യമെന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. ഞാൻ ഇന്ന് പോവുകയാണ്. എനിക്ക് കിട്ടിയ അറിവും പ്രകാരം നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കൂടെ, അതായത് ഇങ്ങനെ തോളിൽ കൈ ചേർത്ത് കൊണ്ട് നടന്ന ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടിയാണ്, അവള് അമ്മയാകാൻ പോകുന്നു എന്ന് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ദീപ്തി ഇത് പറയുന്ന സമയത്ത് പലരും വിചാരിക്കും, ഇതെന്താ ഇവർക്ക് ഇത്രമാത്രം ഒരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ ഇവരെന്താ ഇങ്ങനെ അവരുടെ ഓണം പോയി, ഒരു സെലിബ്രേഷൻ പോയി എന്നൊക്കെ പറയുന്നത് എന്നുള്ളത്. ആക്ച്വലി അവര് ആ ഒരു കാടും കാട്ടിലെ ആളുകൾക്കും വേണ്ടിയിട്ട് മാറ്റി വെച്ച കുറേ ടൈമും അതിൻ്റെ സ്നേഹവും കാര്യങ്ങളൊക്കെ അവരുടെ വ്ളോഗും കാര്യങ്ങളും എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ, പെൺകുട്ടികൾ കല്യാണം കഴിച്ചു പോയിട്ട്, അറിയാമല്ലോ, ചൈൽഡ് മാരേജും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മോഡേൺ സൊസൈറ്റീൻ്റെ അകത്ത് അങ്ങനത്തെ സീനോ കാര്യങ്ങളോ അല്ല. പക്ഷെ കാടിനകത്ത് വേറെ നിയമവും ടേംസും ആണ്. ചിലപ്പോൾ ഇനിയിപ്പോൾ ദീപ്തി ടീച്ചർ എത്രത്തോളം അവരെ ഇങ്ങനെ നല്ല ഒരു ഫോർവേഡ് തിങ്കിങ്ങിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ജീവിതത്തിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനോ എത്ര ശ്രമിച്ചാലും ചില സമയത്തുണ്ടല്ലോ അവരുടെ ആ ഒരു ബാക്ക് ടു ദാറ്റ് ലൈക്ക് അവരെന്താണോ പഠിച്ചത്, എന്താണോ അവരുടെ ആ ഒരു ഭാഗമായിട്ട് അവർ ചെയ്തോളൂ, അതിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, ഇതേപോലുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി കാട്ടിലുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ചെറിയ പ്രായത്തിൽ പെൺകുട്ടികളെ ഈ പറഞ്ഞ രീതിയിൽ മോശമായിട്ട് ഉപയോഗിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. അല്ലെങ്കിൽ അവിടെ ചെറിയ പ്രായത്തിൽ അവർ ഗർഭിണിയാവുന്നൊരു സിറ്റുവേഷൻ വരും. സോ അവരെ പറഞ്ഞ് മനസ്സിലാക്കി എഡ്യൂക്കേറ്റ് ചെയ്ത് എല്ലാം ഫൈനാണ്. ബട്ട് ഒരു സർട്ടൻ പോയിന്റിൽ എത്ര പറഞ്ഞാലും, എന്തൊക്കെ ചെയ്ത് കൊടുത്താലും, എന്ത് വേണം നിങ്ങൾ കാണിച്ചോ, അവരവരുടെ ഒരു ബാക്ക് ടു പഴയ കാര്യത്തിലേക്ക് ചിലപ്പോൾ പോകും. ഓക്കെ, പിന്നെ അതിൽ ചെന്ന് ഇടപെട്ട് കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ ദീപ്തി ടീച്ചർ ആയിരിക്കും ഏറ്റവും വലിയ കുറ്റക്കാരി. ഇപ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും, പല വള്ളിയും പിടിക്കേണ്ടി വരും.
പക്ഷേ ഇവരെ കൊണ്ട് മാക്സിമം ഇതിൻ്റെ ഭവിഷ്യത്തുകൾ, ചെറുപ്രായത്തിൽ ഒരു പെൺകുട്ടി അമ്മയാവുന്നത്, ആ സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇതൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. അവർ ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട്. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ന്യൂസ് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര ഞെട്ടൽ വന്നത്. കാരണം അവരുടെ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്കാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് തന്നെ അവരാണ് വീഡിയോയിൽ പറയുന്നത്. ഓബിയസ്ലി നമ്മുടെ നിയമത്തിലും സിസ്റ്റത്തിലൊക്കെ ഈ കാട്ടിൽ താമസിക്കുന്നവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അവരിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാനും രോഗങ്ങൾ വരുന്നത് തടയാനും ഇതേപോലെയുള്ള ചെറിയ വയസ്സുള്ള പെൺകുട്ടികളുടെ ഗർഭധാരണം തടയാനൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ടും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും പ്രോപ്പർ അല്ല എന്നുള്ളതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. തിരിച്ചറിഞ്ഞ പോലുള്ളവരാണ് കൂടുതലായിട്ട് സ്വയമേവ ഇറങ്ങി ചെല്ലുകയാണ് ഇവരിലേക്ക്. എന്നിട്ട് പോലും ഒരു മാറ്റം ഭയങ്കരമായിട്ട് വരുന്നില്ല എന്ന് കാണുമ്പോൾ അവർക്ക് ആ ഞെട്ടൽ വരും. ഇതിനു മുന്നേ ഈ ബന്ധം എനിക്കറിയായിരുന്നു. ഒരു തവണ വിളിച്ച് വാൺ ചെയ്തതാണ്, പലതവണ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പഠിക്കാൻ പോകണം, കോളേജിലോട്ടല്ല സ്കൂളിൽ പോകണം എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചതാണ്. പക്ഷേ ഇത് അവിടെയുള്ള ആൾക്കാർ അറിഞ്ഞിട്ടില്ലേ, അറിയേണ്ടവരിനി അറിയാഞ്ഞിട്ടാണോ, അവരെ അറിയിക്കാഞ്ഞിട്ടാണോ, അതോ അവരൊക്കെ അറിയണ്ടെന്ന് വെച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിന്ന് പോയിട്ട് കാര്യമായിട്ടൊന്നും കൂടെ ഒന്ന് ഇടപെട്ട് നോക്കും. ഒന്നുകിൽ പിന്നെ ഒന്നാമത്തെ കാര്യം പറയാം, ഇപ്പോൾ കുറേ ആൺപിള്ളേർ സെറ്റ് അവിടെ വന്നിട്ടുണ്ട്, ചെക്കന്മാർ. ദേവന്മാരൊക്കെ പിന്നെ ഒരുത്തൻ ഭയങ്കര കൂട്ടാ, ഒരുത്തൻ്റെ പേര് പുറത്തു വന്ന അവന് പ്രശ്നം. ഇവർക്കറിയാം ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ജയിലിൽ പോകേണ്ടി വരുമെന്നറിയാം. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയല്ലേ. അപ്പോൾ ഇവന്മാരെല്ലാം ഒറ്റക്കെട്ട. ഇതിന് ഞാൻ അറിഞ്ഞു, ഞാനിതിന് ചോദ്യം ചെയ്തു എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇനി എന്നോട് എങ്ങനെ റിയാക്ട് ചെയ്യും, എന്നെ ഇനി അവിടെ തിരിച്ചിങ്ങോട്ട് വിടുമോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞ സമയത്ത് ഞാൻ എന്നെ പിടിച്ചു നിർത്തിയിട്ടില്ലായിരുന്നു. ഞാൻ പോയ പോക്കിന് ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അവരൊക്കെ ഒറ്റക്കെട്ടാവും ഒരു സമയം കഴിയുമ്പോഴത്തേക്ക്. കാരണം ഇത് എങ്ങനെയും പുറത്ത് വരരുതെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്, അവിടെയുള്ള എല്ലാവരും. അതുകൊണ്ട് എനിക്ക് ആദ്യം അതിൻ്റെ അച്ഛനും അമ്മ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതിന് മുന്നേയും ഇവിടെ പിന്നെ എനിക്ക് അവിടെ ഉള്ളവർ പറഞ്ഞുള്ള അറിവാണ്, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ ഗർഭിണിയായി കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ അമ്മയും ഈ ഗർഭിണിയായ പെൺകുട്ടിയും കാണുകയില്ല, അവിടെയുള്ള ആരും കാണുകയില്ല. ഇവർ ഉൾക്കാട്ടിലോട്ട് പോകും. തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു കുഞ്ഞുണ്ടാവും. പക്ഷെ ഈ കുഞ്ഞ് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടേതാണെന്നേ പറയത്തുള്ളൂ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് കാട്ടിലെ ആ ഒരു സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ചെറുപ്രായത്തിലൊരു പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ ആ ഗർഭിണിയായ പെൺകുട്ടിയുടെ അമ്മയുടെ കുട്ടിയാന്ന് പറയുന്നു. കുറച്ചു കാലം വിട്ട് നിന്ന് തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ ഇപ്പോഴും നമ്മളെ നാട്ടിൽ നിലനിൽക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻസ് ഇപ്പോഴും ഇവർക്ക് അനുഭവിക്കേണ്ട ഒരു അവസ്ഥ. എത്ര നമ്മൾ ഫണ്ട് മാറ്റി വയ്ക്കുന്നു, എത്ര സർക്കാരുകൾ വരുന്നു, തിരിച്ചറിഞ്ഞ പോലുള്ളവർ വർക്ക് ചെയ്യുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒറ്റക്കെട്ടാവും. അതാണ് അവിടുത്തെ ഒരു സീൻ. അതായത് കുറേ പേരൊക്കെ മാറ്റാൻ പറ്റും, കുറച്ച് പേരൊന്നും മാറില്ല. അവരിപ്പോഴും പണ്ടത്തെ പോലെ ഞങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, ഞങ്ങൾ അങ്ങനെ ജീവിക്കും, ആ ഒരു സെറ്റപ്പിലേക്ക്, ആ ഒരു കൺസർവേറ്റീവ് മൈൻഡിലേക്ക് അവർ പോകും. പിന്നെ അവിടെ ഇടപെടാൻ ചെന്ന ആളുകളായിരിക്കും ഏറ്റവും വലിയ പ്രശ്നക്കാർ. ഇത് ഒരു തിരിച്ചറി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും തോന്നുന്നില്ല. ഗവൺമെൻറ് തന്നെ വിചാരിക്കണം, എഡ്യൂക്കേറ്റ് ചെയ്യണം, പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, അവരെയും സൊസൈറ്റിയിൽ അപ്ലിഫ്റ്റ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരാൻ കൃത്യമായ ശ്രമങ്ങൾ നടക്കണം. അല്ലാതെ ചുമ്മാ പേപ്പറിൽ മറ്റേ നിയമസഭയിൽ നീച്ചിക്കുന്ന സമയത്ത് കാടിൻ്റെ മക്കൾക്ക് വേണ്ടി എന്നുള്ള ഡയലോഗ് മാത്രം പോരാ. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പരമാവധി നോക്കി. കൊച്ചിനെന്നെ കാണണ്ടെന്ന് പറഞ്ഞു. കൊച്ച് ഇറങ്ങി വരില്ല. എന്ത് ചെയ്താൽ ആദ്യം തലവേദനയാന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു എന്നെ കാണണ്ടെന്ന് പറഞ്ഞു, എൻ്റെ മുന്നിൽ വരത്തില്ല പറഞ്ഞു. ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് വെച്ചപ്പോൾ അവിടെ അത് പോയിരിക്കുന്ന വീടിൻ്റെ മുറ്റത്ത് നല്ല കടിക്കുന്ന ഒരു പട്ടിയുണ്ട്. അത് തൊടൽ പൊട്ടിച്ച് വരുന്ന സൈസ് പട്ടിയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല. മാത്രമല്ല കാണണ്ടെന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് എനിക്ക് ഇടിച്ച് കയറി ചെല്ലാൻ പറ്റില്ല. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് ബന്ധുക്കളുണ്ട്, അത് പറഞ്ഞാൽ കേൾക്കുന്ന. ആ കൊച്ച് പറഞ്ഞാൽ, അവർ പറഞ്ഞാൽ കൊച്ച് കേൾക്കും. അവരുടെ കയ്യിൽ ഞാൻ ആ പ്രഗ്നൻസി ടെസ്റ്റ് പാഡ് കൊടുത്തിട്ട് പിന്നെ പൊട്ടിച്ച് കാണിച്ചിട്ട് പറഞ്ഞു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതുപോലെ കൊച്ചിൻ്റെ യൂറിൻ എടുക്കുന്ന ഉടനെ ആരെങ്കിലും കൂടെ ഉണ്ടാവണം. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനതിൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ, പറഞ്ഞുകൊണ്ടെന്ന് തീർക്കട്ടെ. അപ്പോൾ ഞാൻ എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ പിന്നെ യൂറിനൊക്കെ എങ്ങനെയാണ് വെച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത്, എത്ര നേരം നോക്കിയിരിക്കണം, ഇതൊക്കെ കൃത്യമായിട്ട്. അതുപോലെ കൊച്ചി യൂറിൻ എടുക്കാൻ നേരം നിങ്ങളാരെല്ലാം കൂടെ ഉണ്ടാവണം. അത് വെള്ളം മിക്സ് ചെയ്തിട്ടാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് കിട്ടത്തില്ല. കാരണം അത് പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് അറിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം അതിൻ്റെ അമ്മയെ കണ്ടു. അമ്മയെ കണ്ടപ്പോൾ അമ്മ പറയുന്നു ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്, പക്ഷേ അങ്ങനെയൊന്നുമില്ല. ആദ്യം പറഞ്ഞ എന്താണെന്നറിയാമോ, എന്നെ കണ്ടപ്പോഴേ പറഞ്ഞ എന്താണെന്നറിയാമോ, കൊച്ചിന് 18 വയസ്സുണ്ട്,
കല്യാണപ്രായം ആയതാ, എപ്പോഴേ കല്യാണപ്രായം കഴിഞ്ഞ കൊച്ചാ. അപ്പം ഞാൻ ചാടിക്കേറി എതിർത്തില്ല, അയ്യോ കല്യാണപ്രായം ആയില്ല, നിങ്ങളെന്തിനാ ഇങ്ങനെ ചെയ്തേ അങ്ങനെ ചെയ്തേ. ഞാൻ ഒന്നും ദേഷ്യം പിടിക്കുക ഒന്നും ചെയ്യില്ല. കാരണം നമുക്ക് കാര്യം അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അന്നേരത്തെ ഒരു ആവശ്യം. അപ്പം ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ ചോദിച്ചു ഇതുപോലെ ഇതിനെ പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചപ്പോൾ മൂത്രത്തിപ്പഴുപ്പാ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സാധനമാണ്, ഞാൻ കൊച്ചിനെ വിളിച്ചോട്ടെ. അപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയൊരു അറിവെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആരെ ആ കൊച്ചിനെ കാണാൻ സമ്മതിക്കാണ്ട് അതിൻ്റെ മാതാപിതാക്കൾ വഴക്കിടുന്നു, ആരും അടുത്തടുക്കാനോ ഒന്നും സമ്മതിക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ എന്നോട് അച്ഛനോട് സംസാരിച്ചില്ല, അമ്മ വളരെ മാന്യമായിട്ട് സംസാരിച്ച് എന്നോട് പറഞ്ഞൊരു കാര്യം, ചേച്ചി അത് ചെയ്ത് നോക്കിയോ, അതെങ്ങനെയാണെന്ന് ചെയ്ത് നോക്കിയോ, ഞാൻ അവളെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞു മക്കളുള്ളത് കൊണ്ട് പുള്ളിക്കാരിക്ക് കുറച്ച് ദൂരമായി ഇവൾ പോയിരിക്കുന്നത്, വരാൻ പറ്റില്ല. പകരം ആര് വിളിച്ചാലാണോ അവൾ വരാൻ സാധ്യതയുള്ളത് അവരെ ഏൽപ്പിച്ചു. പക്ഷേ അവർ ചെന്ന് പറഞ്ഞു, അവൾ അതിന് മുന്നേ അറിഞ്ഞു ഞാൻ അവിടെ എത്തി എന്നുള്ള കാര്യം. അത് കൊച്ചു മുങ്ങി. അപ്പം കൊച്ചു മുങ്ങി, അതായത് അവർക്ക് താല്പര്യമില്ല, അവർക്ക് ഇപ്പോഴും അവരുടെ എന്താ പറയുക മുന്നോട്ട് വരണമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് വേണമെന്നോ ഒക്കെ വിചാരിക്കാൻ, ലൈക്ക് അങ്ങനെ വിചാരിക്കാത്ത ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോൾ അമ്മ തന്നെ പറഞ്ഞു ഞങ്ങളെ കുട്ടിക്ക് 18 വയസ്സായി. അതായത് 37 പോകുമ്പോൾ തന്നെ ടീച്ചർ പോകുമ്പോൾ തന്നെ ആ അമ്മയ്ക്ക് അറിയാം ഇത് കേസാക്കാനാണ്, പ്രശ്നമാക്കാനാണ്, നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചതെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. ബട്ട് സ്റ്റിൽ അവരിപ്പോഴും എന്താ പറയുക അവരുടെ അറിവില്ലായ്മയാണ്, അവരുടെ എഡ്യൂക്കേഷൻ ഇല്ലാത്തൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അവരിലേക്ക് എന്താണ് ഇപ്പോഴത്തെ ലോകം എന്നുള്ളത് എത്താഞ്ഞിട്ടാണ്. ഇങ്ങനത്തെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഗർഭിണിയാകുമ്പോൾ വരുന്ന രോഗങ്ങളെ കുറിച്ചിട്ടോ കുറിച്ചൊന്നും പ്രോപ്പറായിട്ട് അവരെ ടീച്ച് ചെയ്യാനോ അതായത് എത്താഞ്ഞിട്ടാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവരെ കുറ്റം പറയാനും പറ്റില്ല. ലോകം ഓടുന്ന സ്പീഡിലല്ല അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. പല സാഹചര്യത്തിലും അവരെന്ത് ചെയ്യും, അവരുടെ ബാക്ക് ടു അവരുടെ ആ ഒരു പഴയ എന്താണോ സിസ്റ്റം കൾച്ചർ അതിലേക്ക് പോകാൻ അവർക്കൊരു ടെൻഡൻസിയും കാണും. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദീപ്തി ടീച്ചറിനെ പോലുള്ളവർ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ മുന്നോട്ട് പോയി ഇറങ്ങി ഹെൽപ്പ് ചെയ്യുമ്പോഴും ചിലപ്പോൾ അവരൊക്കെ ആക്സെപ്റ്റ് ചെയ്യില്ല, അവരാരും ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ദീപ്തി ടീച്ചർ തന്നെയാവും ഏറ്റവും വലിയ പ്രശ്നത്തിലേക്ക് പോയി പെടുന്നത്. ഓക്കെ, അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ദീപ്തി ടീച്ചറെ കൊണ്ട് പറ്റുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഹെൽപ്ലെസ് കണ്ടീഷനിലേക്കും പോകുന്നുണ്ട് അവർ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ആ കുട്ടി സേഫായിട്ടിരിക്കട്ടെ, ദീപ്തി ടീച്ചർക്ക് ഇനി മുന്നോട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റട്ടെ, അവരെ മാക്സിമം എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റട്ടെ. നമ്മളെ സിസ്റ്റം മാറണം, ഇങ്ങനെ കാണാത്ത താമസിക്കുന്നവരെയും പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് എങ്ങനെയാണ് ലൈഫ്, എങ്ങനെയാണ് നമ്മളെല്ലാം കീപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു പ്രോപ്പർ സിസ്റ്റം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണം.